ലോകം എവിടെ നിൽക്കും, ഇന്ത്യ എവിടെ നിൽക്കും എന്നുള്ളതെല്ലാം ഓരോരുത്തർ ഇന്നത്തെ നിങ്ങളുടെ കയ്യിലാണ്, ഇന്നത്തെ തലമുറയുടെ കയ്യിലാണ് ആ തീരുമാനം. ആ നമ്മൾ എവിടെ നിൽക്കണം എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് അതിന് പലതരം ആൻസറുകളുണ്ട്. ഒന്ന് ഒരു പൊളിറ്റിക്കൽ ആൻസർ, ഒരു ടെക്നോളജിസ്റ്റിൻ്റെ കയ്യിലുള്ള ആൻസർ, ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റിൻ്റെ കയ്യിലുള്ള ആൻസർ. ഇത് രണ്ടും പല പല ആൻസറുകളാണ്. ഇപ്പോൾ ഞാനൊരു പൊളിറ്റിക്കൽ ആൻസർ നോക്കുകയാണെങ്കിൽ, ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഭാരതം ഉയർന്നു വരേണ്ട ആവശ്യമുണ്ട്. ഒരു സോഷ്യൽ മൈൻഡ് സെറ്റ് ഉള്ള ഒരു രാഷ്ട്രം നമ്മളുണ്ടാവണം. അതായത് മനുഷ്യനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ എല്ലാവർക്കും സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രമായിട്ട് മാറണം. നമ്മൾ മറ്റു രാഷ്ട്രങ്ങൾക്ക് ഒരു എക്സാമ്പിളായിട്ട് മാറണം. ഇതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ സമാധാനവും സാമ്പത്തിക ഉന്നതിയും ഉണ്ടാകേണ്ടത് ആവശ്യമുണ്ട്. കാരണം ഇല്ലാതെ പറ്റില്ല. അപ്പം അതുകൊണ്ട് എക്കണോമിക് പ്രോഗ്രസ് അതിൻ്റെ അകത്തൊരു ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഈ ഒരു എക്കണോമിക് പ്രോഗ്രസ് ഉണ്ടാകണമെങ്കിൽ നമുക്ക് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉണ്ടാകണം. ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉണ്ടാകാതെ എക്കണോമിക് പ്രോഗ്രസ് ഉണ്ടാവില്ല. എങ്ങനെ ടെക്നോളജി പ്രോഗ്രസ് ഉണ്ടാവും? അതെങ്ങനെ നമ്മുടെ പ്രവർത്തനം മുഴുവൻ വിദ്യാഭ്യാസ ഇൻഡസ്ട്രി മേഖലയിലാവണം. പ്രൊഡക്ഷനും നോളജ് ക്രിയേഷനിലൂടെ മാത്രമേ ഇനി എക്കണോമിക് പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. വെറും ട്രേഡിലൂടെ എക്കണോമിക് പ്രോഗ്രസ് ഉണ്ടാവില്ല. അപ്പോൾ നോളജ് ഗ്രോ ചെയ്യണം. അതെങ്ങനെ സെൽഫായിട്ട് പുതിയ നോളജുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രം മാറും. അതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാഭ്യാസത്തിൻ്റെയും മാറ്റം ഉണ്ടാവണം. നമ്മുടെ ട്രഡീഷണലായിട്ട് നമ്മൾ വലിയ ലീഡിങ് നോളജ് സൊസൈറ്റി അല്ല. എങ്ങനെ അതിനെ തിരിച്ച് ആ നോളജ് സൊസൈറ്റി നമ്മുടെ എന്തെങ്കിലും കഴിവ് കുറവുകൊണ്ടല്ല അതല്ലാതായത്, അതൊരു സൊസൈറ്റൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൊണ്ടായി മാറിയതാണ്. അത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റുന്ന ഒരു സോഷ്യൽ സ്ട്രക്ചർ, വിദ്യാഭ്യാസ സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും?